ബ്ലഡി ബ്രൂട്ടൽ മാർക്കോ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും വയലന്റ് ആയിട്ടുള്ളൊരു മൂവി ഞാൻ കണ്ടിട്ടില്ല. മാർക്കോനെ കുറിച്ച് പ്രേക്ഷകർക്ക് തന്നെ ഉള്ള ഒരു ഹൈപ്പ് ഇസ് ഡിഫറെന്റ്. ആ ഹൈപ്പ് റിയൽ ആണോ ശരിക്കും? ഇതൊരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ബെസ്റ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹോളിവുഡ് ലെവലിലുള്ള ഒരു സുപ്രീമസി നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോൾ തന്നെ. ഐ എം സ്റ്റിൽ സർപ്രൈസിങ് ആൻഡ് വെയിറ്റിംഗ് ഫോർ മോർ. ചിലപ്പോൾ അതിനൊക്കെ കൂടുതലുണ്ടാവാം. ഒരു വില്ലനെ വെച്ചിട്ട് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സ്പിൻ ഓഫ് വരുന്നത്. എല്ലാരെ പോലും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഐ എം ഓൾസോ ആൻ ഓഡിയൻസ്. ഇത് ആകാശത്തിന്റെ കീഴിലുള്ള സകല കൊള്ളരുതായ്മ മാർക്കോലുണ്ടോ? ഉണ്ടോ? 12 kg മുകളിൽ കുറയ്ക്കുകയും കൂട്ടും ഒക്കെ ചെയ്ത ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ കിട്ടിയേക്കുവാണ്. വൈ നോട്ട് മീ? ഐ വുഡ് ലവ് ടു കോൾ യു ആസ് എ ഫൈറ്റർ. ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായി നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്ത് ഡ്രീമിന് വേണ്ടി നിന്ന് ഇത്രയുമേറെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഡ്രീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യാന്ന് പറയുന്നത് യു ആർ എ ഫൈറ്റർ. CT സ്കാൻ എടുത്തപ്പോഴാണ് അറിയുന്നത് എനിക്കിവിടെ ട്യൂമർ ഉണ്ട്. മരണത്തിന് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല ചെറുക്കനല്ലായിരുന്നു അന്നേ. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് എനിക്കിത് അറിയുന്നത്. ഡെത്ത് ഇസ് ഇന്നവിറ്റബിൾ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എത്രമാത്രം നമുക്ക് കൺട്രോൾ ചെയ്താലും കൺട്രോൾ ആവാത്തൊരു സംഭവമാണ്. മെയ് 9 ആയിരുന്നു എൻ്റെ സർജറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജീവിക്കുകയാണോ അല്ലേന്ന് അറിയത്തില്ല. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഉള്ള ആഗ്രഹം സിനിമ നടനാവണമെന്നായിരുന്നു. തമിഴാര് ശരിക്കും വിചാരിക്കില്ല ഇത്രയൊക്കെ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. I'm still living on the dream. I feel I'm blessed to have a second chance. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. Welcome to yet another grateful conversation at Virtual Media Entertainments. സിനിമയെ ഒരുപാട് പ്രണയിച്ച കോടമ്പാക്കത്തെ ഒരു പയ്യൻ. അവൻ കണ്ടതും കേട്ടതും വളർന്നതും ഒക്കെ സിനിമയിലൂടെയായിരുന്നു. വിസ്കോം പഠിക്കാൻ ആഗ്രഹിച്ച് എത്തിപ്പെട്ടത് എഞ്ചിനീയറിംഗിൽ. പക്ഷെ അപ്പോഴൊന്നും ഒരു കാര്യം മാത്രം മാറിയില്ല, സിനിമ. ലെറ്റ്സ് വെൽക്കം ആൻസൺ പോൾ ടു ദി ഷോ. ഹലോ. ഹായ്. നമസ്കാരം. നമസ്കാരം. കുറെ നേരം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻസ്. താങ്ക് യു സവർണ. അതെ, എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ ഞാൻ ആ കോടമ്പാക്കത്തേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. പ്രണയത്തിലോട്ടല്ല, ഇല്ല, അത് നമുക്ക് ലേറ്റർ ഒരു വലിയ ഡിസ്കഷൻ വേണം. പ്രണയമില്ലാതെ പിന്നെന്താണ് അല്ലേ? അതെ, കോടമ്പാക്കത്ത് ഇപ്പോൾ ഏർലി ഇൻസ്പിറേഷൻസിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് നേരത്തെ സംസാരിച്ചതിലും പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ കണ്ടതും കേട്ടതും. ഇപ്പോൾ AVMന്റെ ഒരു ലൊക്കേഷനിൽ ജീവിച്ച് വളർന്നത്, സിനിമക്കാരുടെ ഇടയിൽ കിടന്ന് പഠിച്ചത്, വളർന്നതൊക്കെ. സോ ഏർലി ഇൻസ്പിറേഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ചെന്നൈയിൽ തന്നെയാണോ തുടങ്ങുന്നത് ഈ ഒരു സ്വപ്നം? ചെറുപ്പം തുടങ്ങിയിട്ട് ഞാൻ ചെന്നൈയിലാണ്. സ്കൂളിംഗ് ഒക്കെ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചത് ലയോള സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളാണ്, കോടമ്പാക്കം. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് കോളനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളനിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ ഒരുപാട് സിനിമ ആൾക്കാരുണ്ട്. പിന്നീട് ഞാൻ 11th 12th ഒക്കെ കഴിഞ്ഞപ്പോൾ 11th 12th ആയപ്പോൾ ഞാൻ വേറെ സ്കൂളിലോട്ട് മാറി, ബാലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂള്. അവിടെയാണ് നമ്മുടെ വിജയ് സാറ് പഠിച്ച്, ധനുഷ് പഠിച്ച്, ഇവരൊക്കെ എൻ്റെ സൂപ്പർ സീനിയേഴ്സ് ആയിരുന്നു. എൻ്റെ പണ്ടത്തെ സ്കൂളിൽ കപിലൻ, ലിറിക്കിസ്റ്റ് കപിലൻ, ഒരുപാട് പേര്, പി വാസുവിൻ്റെ മക്കൾ, അവരൊക്കെയും പഠിച്ച സ്കൂളുകളാണ്. അപ്പോൾ ഞാൻ ചെറുപ്പം തുടങ്ങിയിട്ട് ഇങ്ങനെ കേൾക്കുന്ന പരിപാടികളൊക്കെയും സിനിമയെ പറ്റിയും സിനിമയുടെ ആൾക്കാരെ പറ്റിയും. പിന്നെ ആ കാലഘട്ടത്തിൽ ഒരുപാട് മലയാളത്തിലെ പ്രിവ്യൂ ഷോ ഒക്കെ മൊത്തം നടക്കുന്ന ചെന്നൈയിലാണ്. അപ്പം അങ്ങനെ വലിയ കണക്ഷൻസൊക്കെ വെച്ച് വലിയ ഒരു പ്രിവ്യൂവിനൊക്കെ വിളിക്കുമ്പോൾ ഞാനവിടെ പോകാറുണ്ട്. അപ്പോൾ സിനിമ നടന്മാരെ കാണാറുണ്ട്. വലിയ സിനിമകളല്ല, വലിയ താരങ്ങളല്ല. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കണ്ട് എനിക്ക് അറിയാം. പിന്നെ എൻ്റെ റിലേറ്റീവ്, എൻ്റെ ഒരു അങ്കിൾ, എൻ്റെ അച്ഛൻ്റെ ഒരു കസിൻ ബ്രദറാണ് ടി ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പുള്ളിക്കാരന് സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. പുള്ളിക്കാരൻ നമ്മുടെ ആദ്യമായിട്ടുള്ള 3D കുട്ടിച്ചാത്താൻ അതിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ നല്ല വയസ്സുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയ്ക്ക് പുള്ളിക്കാരനെ അറിയാം ആ സമയത്ത്. അപ്പം അങ്ങനത്തെ കുറേ കണക്ഷൻസൊക്കെ ഉണ്ട്. ഞാൻ എബ്രഹാമിൻ്റെ സന്തതികൾ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ മമ്മൂക്കയെ അടുത്തതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡേവിഡ് അങ്കിളുടെ കസിൻ്റെ മോനാണെന്നൊക്കെ. അപ്പോൾ ഞാൻ ചെറുപ്പകാലത്ത് ഈ സൺഡേസ് ഞങ്ങളധികം
ഞങ്ങളുടെ ഫാമിലിയിൽ ആകപ്പാട് 2-3 ഫാമിലി മാത്രമാണ് ചെന്നൈയിലുള്ളത്, ബാക്കി എല്ലാവരും തൃശ്ശൂരാണ്. തൃശ്ശൂർ ബേസ്ഡ്. അപ്പോൾ ഈ സൺഡേസ് നമ്മൾ എല്ലാ സെക്കൻഡ് സൺഡേസും ഡേവിഡ് അങ്കിളുടെ വീട്ടിൽ പോകും. വേറെ സൺഡേ ഒന്നല്ലെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വരും, അല്ലെങ്കിൽ എൻ്റെ പപ്പയുടെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സർക്കുലേറ്റ് ചെയ്യാറ്. എല്ലാ സൺഡേസും ആരെങ്കിലുമൊക്കെ വീട്ടിലാണ്. അപ്പോൾ ഡേവിഡ് അങ്കിളുടെ വീട്ടിൽ എപ്പോഴും ഈ മാഗസിൻസ് ഉണ്ടാവും. പണ്ട് കാലത്ത് ഈ നാന, വനിത, അതെല്ലാ മാഗസിനുകളും വരും. അപ്പോൾ പുള്ളിക്കാരൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയ സ്ഥിതിക്ക് എല്ലാ മാഗസിനും വീട്ടിൽ കാണും. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ മാഗസിനുകളൊക്കെ ഇങ്ങനെ പേജുകളൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഡേവിഡ് അങ്കിളും പപ്പയും പിന്നെ ഡേവിഡ് അങ്കിളുടെ മക്കൾ സജു ഡേവിഡും എല്ലാവരും അവരൊക്കെ ഇരുന്ന് അവിടെ കാര്യങ്ങളൊക്കെ. ഞാനാണ് വളരെ കൊച്ചു ഞാനാണ്. മമ്മിയും അൽഫോൻസ് ആൻറ്റിയൊക്കെയും കുക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡേവിഡ് അങ്കിൾ ഒരുപാട് സിനിമയുടെ കാര്യങ്ങളും സിനിമയുടെ കഥകളും സിനിമാക്കാരുടെ കഥകളും മമ്മൂക്കയുടെ കഥകൾ, ലാലേട്ടൻ്റെ കഥകൾ, ഇതൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. ഷീല ചേച്ചി, ഇവരുടെയൊക്കെയും അവരെല്ലാവരും ചെന്നൈയിലാണ്. ജയഭാരതി ആൻറ്റി എല്ലാവരും അവരൊക്കെയും ചെന്നൈയിലാണ്. ഇവരൊന്നും എനിക്ക് വലിയ പരിചയമില്ല, പക്ഷേ ഇവരുടെ കഥകളിൽ കൂടെ എനിക്ക് ഭയങ്കര പരിചിതമാണ്. അപ്പം അങ്ങനെ ഒരു ഫാസിനേഷനാണ് സിനിമയോട് എനിക്ക് ആദ്യം ചെറുപ്പത്തിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കൊരു ചെറിയൊരു പ്രായം, ഒരു മീശയ്ക്കും കിളുത്ത് വന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവില്ല. ഈ ചായക്കടകളിൽ പോവുക, അല്ലേ? അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ സ്വഭാവങ്ങളൊക്കെ, ശീലങ്ങൾ എന്നൊക്കെയും പറയാം. അപ്പം അങ്ങനത്തെ സമയത്തും ഞാൻ കേൾക്കുന്നതും അല്ലെങ്കിൽ അറിയുന്നതൊക്കെയും സിനിമകളാണ്. ബിക്കോസ് ഈ കോടമ്പാക്കം സാലിഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയും സറൗണ്ട് ചെയ്യുന്ന മൊത്തം ഈ സിനിമയിൽ ജയിച്ച ആൾക്കാരും തോറ്റ ആൾക്കാരും സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ച ആൾക്കാരാണ്. ബേസിക്കലി എനിക്ക് ജയം തോൽവി എന്ന് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. എല്ലാവരും ജയിച്ച ആൾക്കാർ തന്നെയാണ്. സിനിമയോട് പാഷനായിട്ട് ആര് മുമ്പിലോട്ട് വന്നാലും അതവരുടെ ഒരു ജയമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ വെരി ബിഗ് ഡ്രീം, അല്ലേ? 70mm കാണുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇപ്പോഴും പരിശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ജയിച്ച ആൾക്കാർ തന്നെയാണ്. ബിക്കോസ് അവർ ട്രൈ ചെയ്തല്ലോ. അതാണ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനും ട്രൈ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, സവർണയുടെ മുമ്പിൽ ഇരുന്ന് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു സ്റ്റെപ്പാണെന്ന് ഞാൻ വിചാരിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് എല്ലാവരും ട്രൈ അങ്ങനെയാണ്. സോ ജയം തോൽവി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല ഈ സിനിമയ്ക്കകത്ത്. അങ്ങനെ ഒരു സംഭവമില്ല. നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചെയ്യുക, അതിൽ ബാക്കിയുള്ളവരാണ് വിധി എഴുതുന്നത് ജയമാണോ തോൽവിയാണോ എന്നൊക്കെ. പക്ഷെ എല്ലാവരും കഥകളിൽ അവർ തന്നെയാണ് ഹീറോസ്. ഈ ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ച് സംസാരിച്ചോട്ടെ. അതായത് 12 kg മുകളിൽ കുറയ്ക്കുകയും കൂട്ടും ഒക്കെ ചെയ്ത ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സുദീപാത്മീകത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് കൂട്ടി, ഊഴത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് കുറച്ചു. സോ ഓരോ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഓരോ ആക്ടർ ഇടുന്ന എഫേർട്ട് ഇസ് ഡിഫറെൻറ്റ്. അപ്പം ഫോർ യു ഒരു ക്യാരക്ടറിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ഉണ്ട്, അതിനെ നമ്മൾ ക്യാരക്ടറായിട്ട് എടുക്കുന്നൊരിതുണ്ട്, ക്യാരക്ടർ ഉള്ളിൽ നിന്ന് വിട്ടു പോകാതെ നിൽക്കുന്ന സ്റ്റേജസും ഉണ്ടാവും. സോ എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ്? ക്യാരക്ടർ നമ്മുടെ അടുത്ത്, ഇപ്പോൾ ഡയറക്ടർ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനാണ് ഏറ്റവും വലിയ കഷ്ടം. ആദ്യം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം, പിന്നെ അവിടെ നിന്നാണ് പിന്നെ നമുക്കിത് എങ്ങനെ നമ്മുടേതായിട്ട് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ ശരീരം വെച്ചിട്ട് എനിക്കെന്ത് മാറ്റാൻ പറ്റും എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യണ്ടേ. സോ ഫോർ എക്സാമ്പിൾ അതിന് നമുക്ക് മമ്മൂക്ക ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ആളാണ്. മമ്മൂക്കയുണ്ട്, ജയേട്ടനുണ്ട്, കമൽ സാറുണ്ട്. ഇവരെല്ലാം രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും ഒക്കെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ഒരാളാണ് വിക്രം. അപ്പം അങ്ങനെ ചെയ്തേക്കുന്ന ഒരു ട്രാൻസിഷനൊക്കെ നമുക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ കിട്ടിയേക്കുവാണ്. സോ വൈ നോട്ട് മീ? അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ ആ ക്യാരക്ടറിനകത്ത് സുദീപാത്മീകത്തിനകത്തുള്ള ക്യാരക്ടറിൽ അയാളൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. പക്ഷേ പുള്ളിക്കാരനെ ഹാർട്ട് പേഷ്യൻ്റ് ആയ കാരണം അങ്ങനെ ഫുൾ എന്താ പറയുക ജിമ്മും പരിപാടികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ബോഡി ഭയങ്കര ഫിറ്റായിട്ടിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയും നമ്മുടെ ഡയറക്ടർ നമ്മുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയും ഫിറ്റായിട്ടൊന്നും വേണ്ട എന്നൊക്കെയും പറഞ്ഞപ്പോൾ ഞാൻ ഓബിയസ്ലി അതിനകത്ത് കുറച്ച് വെയിറ്റൊക്കെയും കൂട്ടി അതിൻ്റെ രീതിയിലൊക്കെ മാറി. അങ്ങനെയാണ് ആ ക്യാരക്ടർ ചെയ്തത്. ബിക്കോസ് അത് ഒരു ഏജ് ഗ്യാപ്പ് ഉള്ള ഒരു സംഭവമാണ്. ഇറ്റ്സ് ഫൺ ടു ഹാവ് ട്രാൻസിഷൻസ്. ആട് 2 അണലി സാബു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. എന്നെ ഒരുപോലെ തന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത സംഭവങ്ങൾ ആൾക്കാർക്കും ഇഷ്ടം ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു വ്യത്യാസങ്ങളൊക്കെ വേണ്ടേ. നീ പാടിൻ്റെ ഡിസ്കഷൻ വന്നോണ്ട് ചോദിച്ചിട്ട് പാടിന് എന്തായാലും ഒരു നെക്സ്റ്റ് പാർട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
സാബുണൻ ഉണ്ടാവോ? ആണലി സാബു ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആഗ്രഹമുണ്ട്. മിഥുൻ ചാച്ച നമ്മളെ വിളിക്കണേ പ്ലീസ്. പക്ഷെ ആക്ച്വലി ആ ഒരു സെക്കൻഡ് പാർട്ടിന്റെ തന്നെ ലാസ്റ്റ് ഭാഗത്ത് നമ്മളും പ്രതീക്ഷിച്ചിട്ടുണ്ടോ മരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് പ്രേക്ഷകരിൽ ഇട്ടിട്ടാണ് പടം അവസാനിക്കുന്നത്. അത് ചെയ്ത ആളുടെ ഒരു റെസ്പോൺസ് എന്താണ് അതിൽ? അങ്ങനെ ഒരു സീൻ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഇനിയിപ്പോൾ അത് വെച്ചാരിച്ച് ഇനി എങ്ങാനും എഴുതിയിട്ടില്ലെങ്കിൽ എഴുതാൻ തുടങ്ങണേ. ഡേറ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കൊച്ചി തന്നെ ഉണ്ട്. അപ്പം വരാനിരിക്കുന്ന ഏറ്റവും ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ലൈഫിലെ റിലീസസ് മാർക്കോ അല്ലേ? മാർക്കോനെ കുറിച്ച് പ്രേക്ഷകർക്ക് തന്നെ ഉള്ള ഒരു ഹൈപ്പ് ഇസ് ഡിഫറെൻറ്റ്. ആ ഹൈപ്പ് റിയൽ ആണോ ശരിക്കും? ഹൈപ്പ് തീർച്ചയായിട്ടും മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും വയലൻ്റ് ആയിട്ടുള്ളൊരു മൂവി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു ബെഞ്ച് മാർക്കായിരിക്കും തുടങ്ങാൻ. ചിലപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ വരാനും അല്ലെങ്കിൽ ഒരു 70mm നമുക്ക് ഇത്രയും വൈഡറായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വയലൻസിനെ കാണിക്കാനും സിനിമാറ്റിക് എക്സ്പീരിയൻസ്, വയലൻസിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് സിനിമാറ്റിക് എക്സ്പീരിയൻസ്, അതിൻ്റെ ഒരു കളർ ടോണിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഇറ്റ്സ് വെരി നൈസ്. ഇത് വിട്ട് എനിക്ക് അതിനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 20-ാം തീയതി റിലീസാവാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കന്നഡ ഇൻഡസ്ട്രി എടുത്ത് നോക്കുവാണെങ്കിൽ KGF എന്ന് പറയുന്നൊരു സിനിമ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അപ്പം അങ്ങനെ ഇതൊരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബെസ്റ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസർ ഷെറീഫിക്ക, ഞാൻ ചാക്ക എന്നാണ് വിളിക്കുന്നത്, എൻ്റെ ജ്യേഷ്ഠതുല്യനാണ്, ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്, എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് പുള്ളി. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന ബിസിനസ്സിലാണെങ്കിലും ലോജിസ്റ്റിക്സും ആർക്കിടെക്ചറും ഒക്കെയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഡെലിവറബിൾസ് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം കൊടുക്കണ്ടേ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ടീം ഓഫ് പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പനിയിലത്തെയും ടീം എല്ലാവരും അവരുടെയും കൂടി അഭിപ്രായങ്ങൾ എടുത്തിട്ട് അതിലെ ഒരു ബെസ്റ്റ് പുള്ളിക്കാരൻ കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ ഈ സിനിമയിലും ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചിലവ് ചെയ്ത് അത് 70mm കാണണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. സോ അത് എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് നമ്മളിവിടെ ഒരു നല്ലൊരു സിനിമ ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റട്ടെ. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളും വരട്ടെ. നമുക്ക് ഓരോരോ സിനിമകളാണ്. ഇപ്പോൾ ഇതിനും മാർക്കോനും മുമ്പ് ഒരുപാട് സിനിമകൾ നമുക്കങ്ങനെ ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ന്യൂഡൽഹി ആണെങ്കിലും അന്നത്തെ കാലത്തെ എടുക്കുകയാണെങ്കിലും അങ്ങനത്തെ, അല്ലെങ്കിൽ നമ്പർ 20 മദ്രാസ് മെയിലൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ മണിച്ചിത്ര താഴാണെങ്കിലും അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പം എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തുടങ്ങിയിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടിച്ചാത്താനാണെങ്കിലും 3D. അപ്പോൾ ഇതൊക്കെയും നമ്മുടെ മലയാളം സിനിമയിൽ നിന്നുണ്ടായ ഓരോരോ മൈൽ സ്റ്റോൺസ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു മൈൽ സ്റ്റോൺ ആവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു. പ്രേക്ഷകരുടെ പ്രതീക്ഷ വളരെ ഹൈപ്പിലാണ് എന്തായാലും നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ടീസർ കട്ട്സ് തന്നെ കാണുമ്പോഴായാലും അത്യുഗ്രൻ ഫ്രെയിംസ് ആണ് ഒന്നാമത്തേത്. ഒരു ഹോളിവുഡ് ലെവലിലുള്ള ഒരു സുപ്രീമസി നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോൾ തന്നെ. ഇപ്പം മിഖായിലിൻ്റെ ഒരു സ്പിൻ ഓഫ്, ഒരു വില്ലനെ വെച്ചിട്ട് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്പിൻ ഓഫ്, ഇത്തരത്തിലൊരു സ്പിൻ ഓഫ് വരുന്നത്. അപ്പം ഇന്ത്യൻ പ്രേക്ഷകരാണ് ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം IMDbൻ്റെ ഇതിലും ഫസ്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി എന്ന് പറഞ്ഞൊരു ലിസ്റ്റിൽ. അതോടൊപ്പം തന്നെ ബുക്കിംഗ് ആരംഭിച്ചപ്പോഴും ഓൺ ദി ഫസ്റ്റ് ലിസ്റ്റ്. സോ ഒരു പാർട്ടായ ആളെന്നുള്ള രീതിയിൽ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്? എല്ലാവരെ പോലെയും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഐ ആം ഓൾസോ എൻ ഓഡിയൻ ഓഫ് ദിസ് മൂവി മാർക്കോ. അതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാനും അതുപോലെ തന്നെ എക്സൈറ്റഡ് ആയിട്ട് അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് ഫസ്റ്റ് വന്ന സിനിമയിലത്തെ ഒരു വോട്ട് എൻ്റെയാണ്. അതുപോലെ തന്നെ ബുക്ക് ചെയ്ത ഒരു ടിക്കറ്റും എൻ്റെയാണ്. അപ്പം ഞാനും ഒരു ഓഡിയനായിട്ടാണ് അതിനെ എക്സ്പെക്റ്റ് ചെയ്ത് 70mm 20th കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ ഹോളിവുഡ് ലെവൽ സുപ്രീമസിന്ന് ചുമ്മാതെ നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ഈവൻ രവി ബസ്രൂർ പോലെ, KGF, സലാർ പോലെ വലിയ വലിയ പ്രോജക്റ്റുകൾക്ക് സംഗീതം നൽകിയിട്ടുള്ള ആളുണ്ട്. ഫൈറ്റിൻ്റെ മാസ്റ്റേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ ടീം. സോ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം പെർഫോമൻസിനെ അത് ലെവേറ്റ് ചെയ്യും? ഇപ്പോൾ രവി ബസ്രൂർ ഇന്ന് വലിയ ആളാണ് അല്ലേ, പക്ഷേ പുള്ളിക്കാരൻ്റെ KGF ആദ്യത്തെ സിനിമയാണ് അല്ലേ. അപ്പം അങ്ങനെ ഓരോരോ ചാൻസ് കൊടുക്കുമ്പോൾ അപ്പോഴാണ് നമുക്കറിയത്തുള്ളൂ. നമ്മളങ്ങനെ ഒരു ചാൻസ് കൊടുത്താലേ നമുക്കറിയത്തുള്ളൂ ആരുടെ ബെസ്റ്റാണ് നമുക്ക് കിട്ടാന്നുള്ളത്. സോ ടാലൻറ്റും കണ്ടൻറ്റും ആണ് എപ്പോഴും ഹീറോ.
സോ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ എപ്പോഴും നമ്മളും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ കൂടെ നമുക്ക് കുറേ എക്സ്പീരിയൻസസ് കിട്ടും. അങ്ങനെ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്തടുത്ത സിനിമകളിലും അല്ലെങ്കിൽ ഈ സിനിമകളിലൊക്കെയും അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഐ എം ഡൂയിങ് മൈ ബെസ്റ്റ് ഫോർ ടുഡേ. ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആയിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കണമല്ലോ അല്ലേ? അതെ. മിഖായിലിലെ ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു ക്യാരക്ടർ, മാർക്കോ ജൂനിയർ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഈവൻ ഡ്രസ്സിങ്, വോക്കിംഗ്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഭയങ്കരമായിട്ട് ആളുകൾ, സിനിമ അത്ര തിയേറ്ററിൽ വർക്ക് ആയില്ലെങ്കിലും ആളുകളുടെ മനസ്സിൽ നിന്നിട്ടുള്ള ഒരു ക്യാരക്ടറിൽ ഒരാളാണ് ഈ പറഞ്ഞ മാർക്കോ ജൂനിയർ എന്ന് പറയുന്നത്. സോ നിങ്ങളൊക്കെ മാർക്കോ ജൂനിയറിൻ്റെ ടീമിലുള്ള ആൾക്കാരാണ്. ആ ഒരു സ്റ്റൈലും ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ? 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 എനിക്കറിയില്ല. 20-ാം തീയതി അറിയാം. അതല്ലേ അതിൻ്റെ ഒരു രസം. So let's wait and watch. യെസ്, ഒബ്വിയസ്ലി ഇപ്പം നിങ്ങളുടെ ടീമിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ബൈറ്റ്സ് കൊടുത്തിട്ടുള്ളതിൽ ബ്ലഡി ബ്രൂട്ടൽ മാർക്കോ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അത് ആകാശത്തിന്റെ കീഴിലുള്ള സകല കൊള്ളരുതായ്മ മാർക്കോലുണ്ടോ? ഉണ്ടാവാം. അതിനൊക്കെ ഒരു റീസൺ ഉണ്ടല്ലോ. നമുക്കൊരു ഓരോ ബ്ലഡ് ഷെഡ് ഹാസ് ഇറ്റ്സ് ഓൺ റീസൺസ്. അപ്പോൾ അത് റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ എന്താന്നുള്ളത് നമുക്ക് 20th വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, എവറിബഡി ഈസ് വെയിറ്റിംഗ്. ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഷെൽ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എത്രത്തോളം ബ്രൂട്ടാലിറ്റിയാണ് ഇത് കാണിക്കാൻ പോകുന്നത്? ബിക്കോസ് നമ്മൾ ഫിലിം സർട്ടിഫിക്കേഷനിൽ അഡൾട്ട്സ് ഓൺലി 18+ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും അഭിനയിച്ചവർ തന്നെ പറയുകയാണ്, ഒരു കാരണവശാലും കുട്ടികളെ കൊണ്ടൊന്നും നിങ്ങൾ വരരുത്, ചോരപ്പുഴ ഒഴുക്കുമോ? ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ കില്ലാണെങ്കിലും അല്ലെങ്കിൽ ആനിമൽ ആണെങ്കിലും ഒരുപാട് പേര് ഇപ്പോൾ OTT-ലൊക്കെ വരുമ്പോൾ ഒബ്വിയസ്ലി കാണുന്ന ആൾക്കാരാണ്. സോ എനിക്ക് തോന്നുന്നത് ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഐ മീൻ ഓൺ റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ആയിട്ടല്ല, റീലിൽ അത് കാണാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഐ ഗെസ് ഒരു 70mm അങ്ങനത്തെ ഒരു സംഭവങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. വി ആർ ഗെറ്റിംഗ് കോഷ്യസ്, ഇങ്ങനെയൊക്കെയും സംഭവിക്കാം എന്ന് ചിലപ്പോൾ നമ്മൾ കോഷ്യസ് ആയിട്ട് നമുക്കും അറിയണമല്ലോ. അപ്പം അതിനുവേണ്ടി കാണിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെയും ആൾക്കാർ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് എനിക്കും വിചാരിക്കുന്നത്. അത് തിയേറ്റർ വാച്ച്, സിനിമയായിട്ട് കാണുക എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാനൊരു കോയിൻസിഡൻസ് പറഞ്ഞോട്ടെ. ഇപ്പം ആട് ഫസ്റ്റ് തിയേറ്ററിൽ അത്ര സക്സസ്, ഐ മീൻ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാത്തൊരു സിനിമയായിരുന്നു. സെക്കൻഡിൽ ആളൊരു പാർട്ടായി, പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. നമ്മുടെ മിഖായിൽ ഫസ്റ്റ് ഇത്തരത്തിൽ തിയേറ്ററിൽ വർക്ക് അധികം ആവാത്തൊരു സിനിമയാണ്. അതിൻ്റെ സ്പിൻ ഓഫ് വരുമ്പോൾ പാർട്ടാവാൻ പോവാണ്. സോ വിൽ യു ബി ദാറ്റ് ലക്കി ചാം? ആവട്ടെ. Let me be lucky charm. So what is your hope for your character? I have done my best. ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അതൊരു നല്ലൊരു ഗംഭീര സിനിമയാവട്ടെ. മലയാളികൾക്കും അത് നാളെ അതൊരു ബെഞ്ച് മാർക്കായിട്ട് പറയാൻ പറ്റട്ടെ. അതുപോലത്തെ നല്ല സിനിമകൾ വരട്ടെ. നല്ല സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നതാണ് നമ്മുടെയും ഒരു ആവശ്യം. നമ്മളെല്ലാവരും കമ്പയർ ചെയ്യുന്ന ഒന്നല്ലെങ്കിൽ ഒരു KGF അല്ലെങ്കിൽ ഒരു ബാഹുബലിയോ, അതിനൊന്നും താരതമ്യപ്പെടുത്തിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ നമുക്കും വേണ്ടേ, നമുക്കും നമ്മുടെ മലയാളത്തിൽ നിന്നൊരു KGF കാര്യങ്ങളും വേണ്ടേ. സോ അങ്ങനെ ഒരു ഭീഷ്മപർവം ഉണ്ടായിരുന്നു, ഒരു ലൂസിഫർ ഉണ്ടായിരുന്നു, അബ്രഹാമിൻ്റെ സന്തതികളുണ്ടായിരുന്നു, ഞാനതിനകത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാനിപ്പോൾ പറയുന്ന സിനിമകൾ കമേഴ്ഷ്യൽ സിനിമകളാണ്. കുമ്പളങ്ങി നൈറ്റ്സ് ഉണ്ട്. ഇപ്പം അന്യഭാഷ ചിത്രങ്ങളും എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നു. ഇപ്പോൾ നമ്മൾ റീഇൻട്രൊഡ്യൂസിങ് ഫാഫ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആവേശമുണ്ട്. കമേഴ്ഷ്യൽ എലമെൻറ്റ് ഇസ് റിക്വയർഡ്. ഇപ്പോൾ 70mm OTT ഒക്കെ വന്ന കാരണം ആൾക്കാർക്ക് 70mm ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്ക് പറ്റിയതിൽ ഐ എം റിയലി ഹാപ്പി. അതിൻ്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും വരുന്ന സിനിമകൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പോൾ സിനിമയെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ആണ് ആളുകളുടെ ഇടയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആക്ടറിനെ കിട്ടുമ്പോൾ ചോദിക്കാണ്ട് വിടാൻ ഒരു വഴിയില്ലാത്ത കാരണം ചോദിക്കുകയാണ്. ഇപ്പോൾ സ്റ്റണ്ട് സീക്വൻസസിനൊക്കെ എന്തോ 5 സ്റ്റണ്ട് സീക്വൻസസ് ആണുള്ളത്. വലിയ മാസ്റ്റേഴ്സ് എത്തിയിട്ടാണ് ചെയ്തത് എന്നൊക്കെ ഒരു കരക്കമ്പി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കലൈകിങ്സനാണ് ഇതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റണ്ട് നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ആക്ടർ ഇടുന്ന ഒരു എഫേർട്ടുണ്ട്, ഒരു സ്റ്റണ്ട് ചെയ്യുന്നതിൻ്റെ എഫേർട്ട്. അപ്പോൾ അതിനകത്തൊരു ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ 5 ആണോ 6 ആണോ 7 ആണോ 8 ആണോ ഫൈറ്റ് എന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ പറഞ്ഞ 5 ആണ്. അപ്പം ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ഐ എം സ്റ്റിൽ സർപ്രൈസിങ് ആൻഡ് വെയിറ്റിംഗ് ഫോർ മോർ. ചിലപ്പോൾ അതിനൊക്കെ കൂടുതലുണ്ടാവാം. പക്ഷെ അത് ചെയ്തിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ വളരെ ഗംഭീരമായിട്ടൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട് അതിനകത്ത്. ഇറ്റ്സ് എൻ അമേസിങ്
ഫൈറ്റ് സീക്വൻസ്, അത് ഞാൻ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളും അതുപോലെ തന്നെ കട്ട വെയിറ്റിംഗ് ആണ്. എനിവേസ് നമ്മൾ കുറച്ച് മുന്നേ സംസാരിച്ചിരുന്ന വിഷയത്തിലേക്ക് ഞാൻ ഒന്നുകൂടി തിരിച്ചു പോകണം. അപ്പം നമുക്ക് എല്ലാവർക്കും അൺസീൻ എഫേർട്സ് കുറേ ഉണ്ടാവും. നമ്മളെല്ലാവരും സ്ട്രഗിളിങ് ആയിരിക്കും, ചിലപ്പോൾ നമ്മളെല്ലാവരും സർവൈവേഴ്സ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൻ്റെ സർവൈവേഴ്സ് ആയിരിക്കും. തീർച്ചയായിട്ടും. സോ ഞാനൊരു പോസ്റ്റ് കാണിക്കാമേ. ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് വൈറലായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ തൊടുത്ത് വിട്ടിട്ടുള്ള ഒരു പോസ്റ്റാണിത്. ബ്രെയിൻ ട്യൂമറിനെ അതിജീവിച്ച് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴാണ് ഈ ഡിസ്കഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ കൂടി ഈ പറഞ്ഞതുപോലെ ഏർലി സ്റ്റേജസിൽ ഈ ഒരു ഫിലിമോഗ്രഫി എടുത്തു നോക്കുമ്പോൾ ഏർലി സ്റ്റേജസിൽ ഇത് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ പോസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ടാവില്ല, ഓക്കെ ആണോ, എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടോ? അതുണ്ടാവുന്നുണ്ട്. പിന്നെ എല്ലാവരുടെ ജീവിതത്തിനകത്തും ഓരോരോ സംഭവങ്ങൾ ഉള്ളതല്ലേ, എല്ലാവരുടെ ജീവിതത്തിനകത്തും ഓരോരോ ചാലഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എനിക്കിതൊരു ചാലഞ്ച് ആയിരുന്നു, ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു. സുവർണയ്ക്ക് അങ്ങനെ വല്ലതുണ്ടോ? ഇഷ്യൂസ് ഇല്ല, എന്നാലും ഓരോരോ ചാലഞ്ചസ് ഉണ്ടല്ലോ. എല്ലാവർക്കും ഓരോരോ ചാലഞ്ചസ് അവരവരുടെ സ്റ്റോറീസ് ആണല്ലോ. സോ അപ്പോൾ ഇതിനെ ഞാൻ അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഒരു പ്രശ്നമായിട്ടൊന്നും കണ്ടില്ല. സോ ഐ ഫീൽ ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് എ സെക്കൻഡ് ചാൻസ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ബിക്കോസ് നമ്മൾ സർജറിക്ക് പോകുമ്പോൾ നമുക്കറിയത്തില്ല നമ്മൾ തിരിച്ച് വരുമോ ഇല്ലേന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു രണ്ടാം മൂഴമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കാണിത്. ആ സർജറിയുടെ സമയത്ത് ഇവിടെ എനിക്കൊരു 57 സ്റ്റിച്ചുണ്ട്, അത് വേറെ കാര്യം. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്ലസ്റ്റർ വന്നു. അപ്പോൾ സർജറി കഴിഞ്ഞ് ഒരു വർഷക്കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ സിനിമയാണ് ട്രൈ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു വേണമെങ്കിൽ അത് നമുക്ക് സ്കിൻ ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വെച്ചാൽ അവിടെ കിടക്കട്ടെ, എന്തായാലും നമുക്ക് ദിവസം എനിക്കുമ്പോൾ കാണാമല്ലോ, മിററിൽ കൂടെ കാണാമല്ലോ. മേക്കപ്പിൽ കൂടെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റാവുന്നേ ഉള്ളൂ. അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഉണ്ട് നമ്മുടെ, എങ്ങനെ വേണമെങ്കിലും നമ്മൾ മാറ്റാൻ പറ്റാവുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ദിവസം എനിക്കുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളൊരു സാധനം അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമായിട്ട് ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് വിചാരിക്കാം. ഐ വുഡ് ലവ് ടു കോൾ യു ആസ് എ ഫൈറ്റർ. ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായി, നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്ത് ഡ്രീമിന് വേണ്ടി നിന്ന് ഇത്രയും ഏറെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഡ്രീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു ഫൈറ്റർ. ഒരുപാട് പേർക്ക് പ്രതീക്ഷകൾ കൊടുക്കുന്ന, ഇൻസ്പിറേഷൻസ് കൊടുക്കാൻ പോകുന്ന ഒരു കഥയുണ്ട് ആക്ച്വലി ആൻസിൻ്റെ കയ്യിൽ. അത് നമുക്കൊന്ന് അൺഫോൾഡ് ചെയ്താലോ? ഞാൻ ചോദിക്കട്ടെ, അതായത് ഒരു മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്, അത് റിയലൈസ് ചെയ്യാൻ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു മൈൻഡിലൂടെ കടന്നുപോയ ചിന്തകളൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് എനിക്കിത് അറിയുന്നത്. ഞാൻ ഈ കോളേജ് കാലഘട്ടത്തിൽ പറഞ്ഞ പോലെ എനിക്ക് എൻജിനീയറിംഗ് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് വിടക്കായിരുന്നു. ഒരു വർഷക്കാലം മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ. പിന്നെ ബാക്കി കാലങ്ങളൊക്കെ സസ്പെൻഷനായിരുന്നു. കോളേജിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, കോളേജിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കാറുണ്ട്, അതിൻ്റെ പിള്ളേർക്ക് വേണ്ടി നിൽക്കാറുണ്ട്, കൂട്ടുകാർക്ക് വേണ്ടി നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമയിൽ ചെയ്യാൻ അല്ലെങ്കിൽ സിനിമകളിൽ കണ്ട കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുക്കനായിരുന്നു. ബിക്കോസ് ഐ വാണ്ടഡ് ടു ലിവ് ലൈക്ക് എ ഹീറോ. എല്ലാവരുടെ ജീവിതത്തിനകത്ത് ഹീറോ ആണ് അല്ലേ? യുവർ ലൈഫ്സ് ഹീറോ. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ, അങ്ങനെ ആയിരിക്കണം. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിലെ ഹീറോ നമ്മൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹീറോയിക് ഇമേജ് മെൻ്റലി നമ്മൾ അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കാനൊക്കെ ശ്രമിച്ച ഒരു കാലഘട്ടം. അത് ശരിയല്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ബാക്കിയുള്ളവർക്ക് വേറെ വലിയൊരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പോയി നിന്ന് അടി ഉണ്ടാക്കുമ്പോൾ തിരിച്ചടി കിട്ടുകയും ചെയ്യും അല്ലേ? അതും നമുക്കറിയാം. അപ്പം അങ്ങനെ ഒരു അടിയിലാണ് എനിക്കിവിടെ ഒരു ചെറിയൊരു മുറിവുണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു മുറിവുണ്ടായി. ആ മുറിവിൽ നിന്ന് നമ്മൾ CT സ്കാൻ എടുത്തപ്പോഴാണ് അറിയുന്നത് എനിക്കിവിടെ ട്യൂമറുണ്ട്. സോ അതൊരു ദൈവനിമിത്തമായിരുന്നു. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം എനിക്ക് ഇത് അറിയാനുള്ളൊരു കാരണം. അപ്പം ഞാൻ ആദ്യം മുതലേ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഞാൻ ഈ എൻജിനീയറിങ് എനിക്കിഷ്ടമില്ലാത്ത വന്നപ്പോൾ ഞാൻ ബേസിക്കലി ഉഴപ്പമില്ല. ബിക്കോസ് ഞാൻ വീട്ടിൽ നിന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ ഞാൻ എൻജിനീയറിങ്ങിന് പോയാൽ മതി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, പഠിച്ച് പാസ്സാവണമെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞാൻ ബേസിക്കലി സിനിമയാണല്ലോ ആഗ്രഹം. അപ്പോൾ സിനിമയിൽ നടക്കുന്ന പോലെയൊക്കെയും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ അങ്ങനെയൊക്കെയും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെയും ഉണ്ടായത് ചിലപ്പോൾ ഈ അടി ഉണ്ടാവാനായിരിക്കാം, ഈ ഒരു അടി ഉണ്ടാവാനായിരിക്കും. അങ്ങനെ ഒരുപാട് കാലങ്ങൾ, ഒരു 3-4 വർഷം ഇങ്ങനെ ആയിരുന്നു ഞാൻ. ചിലപ്പോൾ നമ്മൾ ആദ്യം അടിച്ച് പറയും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, ഞാനിപ്പോൾ എൻ്റെ കർത്താവേ. അപ്പോൾ
പിന്നെ നമ്മൾ പറഞ്ഞു നോക്കും, അങ്ങനത്തെ അതൊരു സ്റ്റേജ് ആണല്ലോ. അപ്പം അങ്ങനെ ഈ ഒരു സംഭവം ചിലപ്പോൾ വന്നത് അതിനായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ട്യൂമറുള്ള കാര്യം അറിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശാന്തതയുടെ രീതിയിലോട്ട് ഞാൻ മാറി. ഒരു 8-9 months ആഫ്റ്റർ സർജറി ഞാൻ കിടന്നപ്പോഴാണ് നമുക്കറിയുന്നത് ഓക്കെ എല്ലാം കുറച്ചും കൂടി ശാന്തമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാമെന്നുള്ളത് അറിയുന്നത്. ആ ഏർലി സ്റ്റേജസ് ഒക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നത്? ഈ പറഞ്ഞതുപോലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർമ്മകളാണോ അതോ പേടിയാണോ, പെയിൻ ആയിരുന്നോ, എങ്ങനെ പേടിയൊന്നുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു കാര്യം വ്യക്തമായിരുന്നു. എന്ന് വെച്ചാൽ അടിയുണ്ടാക്കാൻ പോകുമ്പോൾ നമുക്ക് എപ്പോഴും അറിയണം തിരിച്ചടി കിട്ടുമെന്ന്. അപ്പോൾ മരണത്തിന് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല ചെറുക്കനല്ലായിരുന്നു അന്നേ. അപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോഴും മരിക്കാൻ അങ്ങനെ എനിക്കൊരു പേടിയൊന്നുമില്ല. ബിക്കോസ് ഓൾറെഡി നമ്മളൊരു ദിവസം ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കണം. സോ ദാറ്റ് ഈസ് ഇന്നവിറ്റബിൾ. ഡെത്ത് ഇസ് ഇന്നവിറ്റബിൾ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എത്രമാത്രം നമുക്ക് കൺട്രോൾ ചെയ്താലും കൺട്രോൾ ആവാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അറിഞ്ഞല്ലോ, സോ ഐ ഹാവ് സം ടൈം. ഒരു 6 മാസക്കാലം സർജറിക്ക് മുമ്പ് എനിക്കൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 6 മാസക്കാലം ഞാനൊരു ചെറിയ ഒരു ചെക്ക് ലിസ്റ്റ് ഇട്ടു. അപ്പോൾ ആ സമയത്താണ് രാജുവേട്ടൻ്റെ കല്യാണം ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്ക് സിനിമാ നടന്മാരെയൊക്കെ എല്ലാവരെയും കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ രാജുവേട്ടൻ്റെ കല്യാണത്തിന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ലക്ഷ്മണുണ്ട്. ലക്ഷ്മണൻ്റെ റിലേറ്റീവാണ് പൃഥ്വിരാജ്, ശ്രീ പൃഥ്വിരാജ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അമ്മ മല്ലിക ചേച്ചിയുടെ അടുത്ത് പുള്ളിക്കാരൻ്റെ ബ്രദറായിട്ടുള്ള പിള്ളയാങ്കളുണ്ട്. ഹീസ് എ ഡോക്ടർ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്തുനിന്ന് ഞാനൊരു ഇൻവിറ്റേഷൻ വാങ്ങിച്ച് രാജുവേട്ടൻ്റെ കല്യാണത്തിന് പോയി എല്ലാ സിനിമാ നടന്മാരെയും ഞാൻ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് 1-ാം തീയതി ആയിരുന്നു പുള്ളിക്കാരൻ്റെ May 1st ആയിരുന്നു പുള്ളിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ലീ മെറിഡിയനിൽ ഇവിടെ കൊച്ചിയിൽ വെച്ച്. ചെന്നൈയിൽ നിന്ന് ഞാൻ വന്നു, അതിനുവേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് May 9-ാം തീയതി ആയിരുന്നു എൻ്റെ സർജറി. അപ്പോൾ അത് അവരൊക്കെയും കണ്ട് അങ്ങനെ പിന്നെ കുറച്ച് ട്രാവലിംഗ്, കുറച്ച് സ്ഥലങ്ങളിലൊക്കെയും പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയും ട്രാവൽ ചെയ്ത് ഞാൻ വിചാരിച്ച ആ 6 മാസക്കാലം അറ്റ്ലീസ്റ്റ് എനിക്ക് അറിയാമല്ലോ, ഓക്കെ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നറിയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജീവിക്കുകയാണോ അല്ലേന്ന് അറിയത്തില്ല. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ആഗ്രഹങ്ങളൊക്കെയും ചെയ്തു. പിന്നെ ഉള്ള ആഗ്രഹം സിനിമ നടനാവണമെന്നായിരുന്നു. അത് സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ സംഭവിച്ചു. സോ ഐ എം സ്റ്റിൽ ലിവിങ് ഓൺ ദ ഡ്രീം. ഗാംബ്ലറിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാനൊരു കാര്യം ഇങ്ങനെ സംസാരിച്ചത് കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അവരുടെ അമ്മ അച്ഛനും ഒക്കെ ആയിരിക്കും അവരുടെ സൂപ്പർ ഹീറോസ്. എന്നെ സംബന്ധിച്ച് അതെൻ്റെ അമ്മയാണ് കുറച്ചും കൂടി എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ തന്നെയായിരിക്കും. സോ ഈ സപ്പോർട്ട് സിസ്റ്റം ആരായിരുന്നു ആ സമയത്ത് ഏറ്റവും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന? അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് 2 അമ്മമാരാണ്. അപ്പോൾ ഒരു പോറ്റമ്മയും ഒരു എൻ്റെ ബയോളജിക്കൽ മദറും ഒരു ഫോസ്റ്റർ മദറാണുള്ളത്. അപ്പോൾ ഒരാൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇമോഷണലി, എൻ്റെ ബയോളജിക്കൽ മദർ എൻ്റെ പെറ്റമ്മ ഭയങ്കര ഇമോഷണലി എന്ത് പറയാനാണ് ഇമോഷൻ ആവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല അതിനെപ്പറ്റി. പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞ് പുള്ളിക്കാരിക്ക് ഒരു കഥ പോലെ ഞാനിതൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഈ സംഭവം ഉള്ളതെന്ന്. പക്ഷേ എൻ്റെ പോറ്റമ്മ, എൻ്റെ ഫോസ്റ്റർ മദറിന് പുള്ളിക്കാരിക്ക് ബേസിക്കലി അറിയാമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ അവരെന്നെയാണ് എൻ്റെ സൂപ്പർ ഹീറോസ്. അപ്പം എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് എമർജൻസീസ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പെയിനോ എക്സ്പ്രസ് ചെയ്യാതിരുന്നിട്ടുണ്ടോ ആ സമയത്ത്, ഇവർ വിഷമിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട്? എക്സ്പ്രസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട് ഞാൻ. അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ പെയിൻ അവർ കണ്ടിട്ട് അവരുടെ പെയിൻ നമ്മൾ കാണണമല്ലോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ഉള്ള കോൺഫിഡൻസ് എൻ്റെ പോകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യം ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാതിരുന്നത്. ബിക്കോസ് അതിപ്പോൾ എങ്ങനെ പറയാനാണ്, ഇപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ അവിടെ വന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആത്മാർത്ഥമായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ വിഷമം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്നെ ഒരു ബബിളിനകത്താണ് എന്നെ വെച്ചേക്കുന്നത്. ആ ബബിൾ പൊട്ടിപ്പോവും. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെയും പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരും പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ അതിനൊക്കെ പകരം നമ്മുടെ സങ്കടം നമ്മൾ തന്നെ മനസ്സിൽ വെച്ചാൽ പോരെ. പക്ഷേ അവരുടെയൊക്കെയും ഹെൽപ്പും അവരുടെയൊക്കെയും എന്താ പറയുക ഗൈഡൻസും സപ്പോർട്ടും അവരുടെ ചിരിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ സർജറിക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് അവരുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ സർജറിക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ആരും കരയെന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ല, കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സർജറിക്ക് പോകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ആരുടെ അടുത്തും വരണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെയും കുറേ പ്രശ്നമുണ്ട് കേട്ടോ അവർക്കൊക്കെ. പിന്നെ അതുകൊണ്ട് ആ സമയത്ത് ഇതൊക്കെയും കഴിഞ്ഞിട്ടാണ് അവർക്ക് പോലും അറിഞ്ഞ് എനിക്കിങ്ങനെ ഒരു സർജറി ഉണ്ടായ കാര്യം.
ബിക്കോസ് അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് വിഷമമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഞാൻ എന്നെ ഒരു ബിൽഡപ്പ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കോൺഫിഡൻസ് വെച്ചേക്കുന്നത്. അത് തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വിൽ പവർ പോകും എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ്. ബിക്കോസ് ഈ പെയിൻ വേറെ ആരും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഫിസിക്കൽ പെയിൻ ഇസ് ഓൺലി മൈ പെയിൻ. അത് വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു പെയിനാണ്. അപ്പോൾ അവരും കൂടി ആ പെയിൻ നമ്മൾ എടുക്കണ്ടല്ലോ, ഇമോഷണൽ പെയിൻ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐ ട്രൈ ടു കീപ്പ് ഇറ്റ് ബൈ മൈ സെൽഫ്. യെസ്. ഇപ്പം കുറേ ന്യൂസസിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊരു ന്യൂസ് ഇങ്ങനെ വൈറലാവാൻ തുടങ്ങിയപ്പോഴാണോ അത് ഓക്കെ ലെറ്റ്സ് ഓപ്പൺ അപ്പ് അബൌട്ട് ഇറ്റ്, എന്താ സംഭവിച്ചത് എന്ന് സംസാരിക്കാമെന്നുള്ളൊരു ഇതിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയത്? അതെ അതെ, അത് ഇപ്പോൾ ഇത്രയും വർഷമായി. പിന്നെ ഒരുപാട് പേര് ഈ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ അതൊരു ഇൻസ്പയറിങ് സ്റ്റോറി ആയിട്ട് തോന്നി. പിന്നെ ഒരുപാട് പേര് ഇപ്പോഴും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച ഒരു സർജറിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ കാര്യങ്ങൾ, അവർക്കൊരു പ്രതീക്ഷയല്ലേ, അവർക്ക് ഒരു പ്രതീക്ഷ ഞാൻ കൊടുക്കുന്നു. എല്ലാവർക്കും അല്ല, പക്ഷെ എനിക്ക് ആരൊക്കെ എന്നെ റീച്ച് ചെയ്യുന്നു, എനിക്ക് അവർക്കൊരു ചെറിയ രീതിയിലെങ്കിലും പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നു. അതൊക്കെ അറിയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈൻഡായിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക, അതൊക്കെയല്ലേ ഉള്ളൂ ഈ കൊച്ചു ജീവിതത്തിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം അല്ലേ. ഞാൻ ഈ സർജറിക്ക് മുമ്പ് അറിയത്തില്ലല്ലോ ഞാൻ തിരിച്ചു വരുമോ ഇല്ലയെന്ന് അറിയത്തില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ചിലപ്പോൾ ഒരു നിയോഗമായിരിക്കാം, ഇവിടെ ഇനിയും കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആൾക്കാരെ ടച്ച് ചെയ്യാൻ പറ്റുന്നത്, അറിയത്തില്ല. ഐ ഡോണ്ട് നോ, ഐ എം സ്റ്റിൽ സെർച്ചിങ്. ആഫ്റ്റർ സർജറി ആ ഒരു ഹീലിംഗ് ജേർണി എങ്ങനെ ഓർത്തെടുക്കുന്നത്? ഒരു കംപ്ലീറ്റ്ലി റിക്കവേർഡ് ആയിട്ട് വന്ന ആ ഒരു മൊമെൻ്റ് വരെ എങ്ങനെ അത് ഓവർകം ചെയ്തു? നമ്മൾ എന്നെക്കാളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരുപാട് പേരുണ്ട്. സോ അവരായിരുന്നു എൻ്റെ മോട്ടിവേഷൻ. മമത മോഹൻദാസ് ഞാൻ ഈ കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു മമത മോഹൻദാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ മമതേനെ ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു എൻ്റെ സർജറിക്ക് പോകുന്നതിനൊക്കെ മുമ്പ്. ഞാൻ ഈ സർജറി കഴിഞ്ഞ് ഒരു 8-9 മാസത്തിന് ശേഷം ഞാൻ നാട്ടിൽ വന്നത് തിരിച്ച് പോകുന്ന വഴിക്ക് ആ ഫ്ലൈറ്റിൽ മമത മോഹൻദാസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് മമതയുടെ അടുത്ത് പോയി ഈ കാര്യം പറയുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നത് മമത ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മമത എന്നെ ഡോണ്ട് കോൾ മീ ചേച്ചി ആൻഡ് ഓൾസോ യു കുഡ് കോൾ മീ മമത എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു നടനാവാൻ ആഗ്രഹമുണ്ട്, സിനിമയുടെ മുമ്പിലോട്ട് വരാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി തടയാറ താക്ക എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് സിനിമയുടെ ലൊക്കേഷനിലോട്ട് എന്നെ വിളിപ്പിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒരു ലൊക്കേഷനിൽ സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് കണ്ടത് മമത മോഹൻദാസിൻ്റെ തടയാറ താക്കയിലാണ്. പുള്ളിക്കാരി എന്നെ വിളിച്ച് തൊട്ടടുത്ത് ഇരുത്തി. അങ്ങനെയാണ് ഞാൻ സിനിമ എന്ന് പറയുന്നൊരു സംഭവം കാണുന്നത്, എങ്ങനെയാണ് ആക്ട് ചെയ്യുന്ന പരിപാടികളും. പുള്ളിക്കാരി തന്നെയാണ് എൻ്റെ അടുത്ത് ഗൈഡ് ചെയ്തത്. ആൻസൺ എന്തായാലും പോയി ഒരു ആക്ടിങ് കോഴ്സോ കാര്യങ്ങളോ വലുതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞൊക്കെ എന്നെ ഗൈഡ് ചെയ്തത് മമതയാണ്. ഇപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിൽ വരെയും ഭയങ്കര ഒരു കോൺഫിഡൻസ്, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ജേർണിയിൽ ശരിക്കും എപ്പോഴെങ്കിലും ഈ എൻ്റെ ഫുള്ളി നമ്മൾ ഈ ഒരു മെൻ്റലി ഇങ്ങനെ ഒക്യുപ്പൈഡ് ആയിട്ട് തന്നെയായിരുന്നു വരുന്നത്. എപ്പോഴെങ്കിലും തളർന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? മോളി നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി എന്ന് പറഞ്ഞ ആൾക്ക് എന്ത് തളരാൻ. പിന്നെ ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കാതിരിക്കുക. അപ്പോൾ തന്നെ ഒരുപാട് ഭാരം നമുക്ക് ഒഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പരിപാടികൾ ചെയ്യുക, നമ്മൾ ഫോർവേഡായിട്ട് മുമ്പിലോട്ട് പോവുക, പ്രതീക്ഷ വിടാതിരിക്കുക. സോ ഓൺലി തിങ് വിച്ച് വി ക്യാൻ ഡു ഇസ് ഹോപ്പ് ആൻഡ് ബിലീവ് ഇൻ വാട്ട് യു ഡൂയിങ്. നമുക്ക് ഇത് പ്രതീക്ഷിക്കുക, നമ്മളതിനു വേണ്ടി ബിലീവ് ചെയ്യുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ പ്രപഞ്ചം എന്തായാലും ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്യും. നമ്മളൊക്കെയും ഇവിടെ എല്ലാവരും നമ്മളെല്ലാം ഉള്ളത് ഓരോരോ റീസൺസിനാണല്ലോ. അപ്പോൾ ആ റീസണിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. then let's do our best. ഇപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുകയാണ് ആ ടൈമിലുള്ള ആൻസറിൻ്റെ അടുത്ത്, അപ്പോൾ എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഇപ്പോൾ ഈ സക്സസ്ഫുൾ ആയിരിക്കുന്ന ആൻസർ ആ സ്ട്രഗിൾ ചെയ്യുന്ന ആളുടെ അടുത്ത് പോയി സംസാരിക്കുകയാണെങ്കിൽ. അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് തളർന്നിട്ടില്ല. അപ്പോൾ ഇന്ന് വരുന്ന പ്രശ്നങ്ങൾ നമ്മളെ തളരാതിരിക്കാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവരുടെ ജീവിതത്തിനകത്തും അവരവർക്ക് ആ സമയത്ത് വരുന്ന പ്രശ്നം ഇസ് ജസ്റ്റ് മൊമെൻ്ററി. അപ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക. നാളെ അല്ലെങ്കിൽ എനിക്ക് അന്ന് തലയിൽ ഈ അടിയുള്ളപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു സർജറി ഉണ്ടാകുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. സോ the bad days are not for long.
സോ സ്റ്റേ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ട് നമ്മൾ കൈൻഡ് ആവുക, ബാക്കിയുള്ളവരുടെ അടുത്തേക്കും കൈൻഡായിട്ട് ബിഹേവ് ചെയ്യുക. അവരവരുടെ ജേണിക്കകത്ത് അവരവരുടെക്കും എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല, സവർണയ്ക്ക് എന്തൊക്കെയും പ്രശ്നമുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മളിങ്ങോട്ടും ഞാനും ഇവിടെ ഇരുന്ന് വളരെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നു, അവിടെയും ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നു. അവിടെ മനസ്സിനകത്ത് എന്തോരം നൊമ്പരങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല, അല്ലേ? എൻ്റെ മനസ്സിനകത്ത് എന്തൊക്കെ നൊമ്പരമുണ്ടെന്ന് എനിക്കറിയത്തില്ല, അല്ല സവർണയ്ക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുഞ്ചരിയോ പരിപാടികളോ ഒക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ രസമാവുക. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി പോസിറ്റീവ്. ഒരു 10 പേരുടെ നിന്ന് നമുക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ചിലപ്പോൾ കാണാം, കേൾക്കാം. പക്ഷേ അവരിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെ നല്ലതെന്ന് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ ഒരു വോയിസ് ഉണ്ടല്ലോ, നമുക്ക് എത്തിച്ചേരാൻ ഒരുപാട് ആളുകളിലേക്ക് എത്താനുള്ള മീഡിയവും ഉണ്ട്. ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഫിസിക്കൽ ആയിക്കോട്ടെ, മെൻ്റൽ ആയിക്കോട്ടെ, ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരാളിൻ്റെ അടുത്ത് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കാനുള്ളത്? സ്റ്റേ പോസിറ്റീവ്. ഇവിടെ നമുക്ക് എന്തായാലും നമുക്കൊരു റീസൺ ഉണ്ടാവും. നമുക്ക് ഈ പെയിൻ വരുന്നതിന് ഒരു റീസൺ ഉണ്ടാവും, നമുക്കൊരു സന്തോഷം വരുന്നതിന് ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺസിൽ ബിലീവ് ചെയ്യുക, ആൻഡ് ട്രസ്റ്റ് ഇൻ ദ പ്രോസസ് ആൻഡ് ട്രസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ബിലീവ് ആൻഡ് ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഹോപ്പ്. നാളെ നല്ല ദിവസമാവും എന്നുള്ളൊരു ഹോപ്പോടെ നമ്മൾ മുമ്പിലോട്ട് പോവുക. ഇപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന മാർക്കോയായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. സോ ആളുകൾക്ക് ഇത് എപ്പോഴും നടന്ന ഇൻസിഡൻ്റ് ആണെന്ന് അറിയില്ല, അതുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബി ബെറ്റർ. ഇതൊരു 10 വർഷമായി. ഞാൻ സിനിമയിൽ വരുന്നേക്കാൾ മുമ്പ് നടന്നൊരു ഇൻസിഡൻ്റാണ് ഇത്. എൻ്റെ സർജറി അല്ലേ ഉദ്ദേശിച്ചത്? അതെ. സിനിമയിൽ വരുന്നേക്കാൾ മുമ്പത്തെ ഇൻസിഡൻ്റാണ്. ഇപ്പോൾ അതൊക്കെയും കഴിഞ്ഞ് വളരെ സുഖമായിട്ട് മുമ്പിലോട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നു. ഐ ആം ഹെയിൽ ആൻഡ് ഹെൽത്തി ബൈ ഗോഡ്സ് ഗ്രേസ്, ഗോയിങ് ഗുഡ്. സോ ഇപ്പം ഷുഗർ എന്ന് പറഞ്ഞൊരു വലിയ പ്രോജക്റ്റ്, വലുതെന്ന് ഉദ്ദേശിച്ചത് ഒരു ഇംഗ്ലീഷ് പ്രോജക്റ്റ് വരുന്നുണ്ട്. അതിന് കൊടുത്തിട്ടുള്ള ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻസും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നമ്മൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. സോ ആ ഒരു അപ്കമിങ് വർക്ക്സിനെ കുറിച്ചിട്ട് കൂടി ഒന്ന് പറയാം. ഷുഗർ ഒരു ഷോർട്ട് മൂവിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഈ കോവിഡ് സമയത്ത് ഞാൻ വേറെ സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ഐ തോട്ട് ലൈക്ക് ഓക്കെ നമുക്കൊരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഉടനെ ആമസോൺ പ്രൈമിൽ വരുന്നതാണ്. സോ ഹോപ്പ്ഫുള്ളി അത് ഞാനിപ്പോൾ പറയുന്നേക്കാൾ നല്ലതൊരു 10-17 അവാർഡ്സൊക്കെ കിട്ടിയ ഒരു ഷോർട്ട് ഫിലിമാണ്. സോ ഇറ്റ് വിൽ ബി ഔട്ട് ഓൺ ആമസോൺ പ്രൈം. സോ തീർച്ചയായിട്ടും വരുമ്പോൾ എന്തായാലും കാണുക. ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന പ്രോജക്ട്സിലാണെങ്കിലും വൺ ഓഫ് ദ മൈൽ സ്റ്റോൺ തൊടാൻ പോകുന്നത് മാർക്കോ തന്നെയാണ്. സോ ഞങ്ങളുടെയും ഒരുപാട് പ്രതീക്ഷകൾ മാർക്കോൻ്റെ ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയുണ്ട്. സോ വൺ വേർഡ് ടു ദ ഓഡിയൻസ് അബൌട്ട് മാർക്കോ. Watch, wait for Marco. So anyways, thank you so much for joining. Thank you. It was an enlightening conversation with you. Thank you very much. Thank you Thank you so much. Have a good day. Yeah, bye. Bye.